വെൽക്കം ടു പാറൂസ് കൊമേഴ്സ് അക്കാഡമി. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എക്കണോമിക്സിലെ കുറച്ച് പോർഷൻസ് ആണ്. ഒന്ന്, മോണോട്ടോണിക് പ്രിഫറൻസ്. ഇറ്റ് മീൻസ് ദി കൺസ്യൂമർ പ്രിഫേഴ്സ് ബണ്ടിൽ വിച്ച് ഹാസ് മോർ ഓഫ് അറ്റ് ലീസ്റ്റ് വൺ ഓഫ് ദ ഗുഡ്സ് ആൻഡ് നോ ലെസ് ഓഫ് അതർ ഗുഡ്സ് ആസ് കമ്പയർഡ് ടു ദ അതർ ബണ്ടിൽ. അതായത് ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഇൻകം വെച്ചിട്ട് നമ്മൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന മാക്സിമം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ബണ്ടിലുണ്ടാവും. ഇത് എൻ്റെ കയ്യിൽ ഇപ്പോൾ 20 രൂപയുണ്ട്. 20 രൂപയ്ക്ക് എനിക്ക് 5 ഓറഞ്ചും 4 ആപ്പിളും കിട്ടും. അടുത്തൊരു ബണ്ടിലിൽ 6 ഓറഞ്ചും 4 ആപ്പിളും കിട്ടും. അതായത് മറ്റേതിനേക്കാൾ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഗുഡ്സ്, ഏതെങ്കിലും ഒരു ഗുഡ്സ് കുറച്ച് കൂടി നിൽക്കണം ഒരു ബണ്ടിലിൽ. അപ്പോൾ നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത് ഏതായിരിക്കും? നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ബണ്ടിലായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യണത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് കൺസ്യൂമർ പ്രിഫേഴ്സ് ദ സുപ്പീരിയർ ബണ്ടിൽ. അതായത് കൂടുതലുള്ള ബണ്ടിൽ നമ്മൾ ഇൻഫീരിയർ ബണ്ടിലിനേക്കാൾ കൂടുതൽ പ്രിഫർ ചെയ്യും. അതാണ് മോണോട്ടോണിക് പ്രിഫറൻസ്. ദെൻ ഇൻഡിഫറൻസ് മാപ്പ്. കളക്ഷൻ ഓഫ് ഇൻഡിഫറൻസ് കർവ്സ് ഈസ് നോൺ ആസ് ഇൻഡിഫറൻസ് മാപ്പ്. കണ്ടോ, ഒന്നിലധികം ഇൻഡിഫറൻസ് കർവുകളുടെ ആ ഒരു കൂട്ടത്തെയാണ് ഇൻഡിഫറൻസ് മാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഫസ്റ്റ് വൺ, ഇൻഡിഫറൻസ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഈ പിക്ചറിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഇൻഡിഫറൻസ് കർവ് ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ് സ്ലോപ്പാണ്. ഹയർ ഇൻഡിഫറൻസ് കർവ് ഇൻഡിക്കേറ്റ് ഹയർ ലെവൽ ഓഫ് യൂട്ടിലിറ്റി. ഡിഫറൻസ് കർവ് മുകളിലേക്ക് പോകുന്തോറും അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ കൂടുതലാണെന്നാണ്. ടു ഇൻഡിഫറൻസ് കർവ്സ് നെവർ ഇൻ്റർസെക്ട് ഈച്ച് അതർ. ഇതിനകത്ത് തന്നെ നമുക്കറിയാൻ പറ്റുന്നുണ്ട്, രണ്ട് ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല, കൂട്ടി മുട്ടുന്നില്ല. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബഡ്ജറ്റ് സെറ്റ് ആൻഡ് ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് സെറ്റ്, എ സെറ്റ് ഓഫ് കൺസംഷൻ ബണ്ടിൽ ഈസ് നോൺ ആസ് ബഡ്ജറ്റ് സെറ്റ്. നമ്മൾക്ക് കൺസംഷൻ ചെയ്യാൻ പറ്റുന്ന കുറേ ബണ്ടിൽസ് ഉണ്ടാവും. അതായത് ഗുഡ്സുകളുടെ കൂട്ടം. X1ൻ്റെ ഇത്ര ഗുഡ്സ് ഉണ്ടാവും, X2ൻ്റെ ഇത്ര ഗുഡ്സ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ 50 രൂപ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ 5 എണ്ണം X1 വാങ്ങിച്ചിട്ട് 10 എണ്ണം X2 വാങ്ങിക്കാനുണ്ടാവും. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ അതിനെയാണ് ബണ്ടിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ആ സെറ്റ് ഓഫ് കൺസംഷൻ ബണ്ടിലിനെയാണ് ബഡ്ജറ്റ് സെറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി കളക്ഷൻ ഓഫ് ഓൾ ദ ബണ്ടിൽസ് ദാറ്റ് ദ കൺസ്യൂമർ ക്യാൻ ബൈ വിത്ത് ഹിസ് ഇൻകം. കൺസ്യൂമറിന് അയാളുടെ കയ്യിലുള്ള ഇൻകം വെച്ചിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന മാക്സിമം ബണ്ടിൽസിൻ്റെ ആ സെറ്റിനെയാണ് ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഹിസ് എക്സ്പെൻഡിച്ചർ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹിസ് ബഡ്ജറ്റ്. എൻ്റെ ബഡ്ജറ്റ് 100 ആണെങ്കിൽ ഒന്നുകിൽ 100 ആയിരിക്കാം, അല്ലെങ്കിൽ 100-ൽ താഴെ ആയിരിക്കാം എൻ്റെ എക്സ്പെൻഡിച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ബഡ്ജറ്റ് ലൈൻ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ലോക്കസ് പോയിന്റ് ഓഫ് കോമ്പിനേഷൻ ഓഫ് ഗുഡ് 1 ആൻഡ് ഗുഡ് 2 വിച്ച് കോസ്റ്റ് എക്സാക്ട്ലി ഈക്വൽ ടു ദ ഇൻകം. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, P1X1 പ്ലസ് P2X2 ഈക്വൽ ടു M. എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്. അതായത് ഗുഡ് 1ഉം ഗുഡ് 2ഉം വാങ്ങിക്കുന്ന കോമ്പിനേഷൻ, ആ കോമ്പിനേഷൻ വരുന്ന പോയിന്റിനെയാണ്, അല്ലെങ്കിൽ ആ ലോക്കസ് പോയിന്റിനെയാണ് ബഡ്ജറ്റ് ലൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പല രീതിയിൽ എനിക്ക് ചെയ്യാം. മാക്സിമം ഇപ്പോൾ ഞാൻ എൻറ്റയർ എമൗണ്ട് കൊണ്ട് X2 വാങ്ങിക്കാം. അപ്പോൾ ഗുഡ്സ് 2 വാങ്ങിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ എമൗണ്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ഗുഡ് 1 0 ആയിരിക്കും. ചിലപ്പോൾ ഞാൻ ഗുഡ് 1 വാങ്ങിക്കായിരിക്കും, മാക്സിമം ഗുഡ് 2 0 ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന, അതായത് താഴെ X ആക്സിസും സൈഡിൽ Y ആക്സിസും ആണ്. Y ആക്സിസിൽ ഗുഡ് 2 ആണ്. അപ്പോൾ ഈ നടുക്കത്തെ പോയിന്റ് 0 ആയിരിക്കും. ഞാനപ്പോൾ X ആക്സിസിൽ ഗുഡ് 1 0 വാങ്ങിക്കുകയാണെങ്കിൽ ഗുഡ് 2ൽ എനിക്ക് 4 എണ്ണം വാങ്ങിക്കാൻ പറ്റും. അതല്ല തിരിച്ചാണെങ്കിൽ ഗുഡ് 2 0 ആണെങ്കിൽ X ആക്സിസിൽ താഴെ ഗുഡ് 1 എനിക്ക് 4 എണ്ണം വാങ്ങിക്കാൻ പറ്റും. അപ്പം ആ രണ്ട് പോയിന്റുകളും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ലൈനാണ് ബഡ്ജറ്റ് ലൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Next, slope of the budget line and price ratio. The amount of good 2
sacrifice to buy one extra unit of good one is called the slope of the budget line. സ്ലോപ്പ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗുഡ് ടു വാങ്ങിക്കാൻ ഗുഡ് വണ്ണിൻ്റെ ഒരു യൂണിറ്റ് നമ്മൾ ചിലപ്പോൾ സാക്രിഫൈസ് ചെയ്യും, അല്ലെങ്കിൽ ഗുഡ് വൺ വാങ്ങിക്കാൻ ഗുഡ് ടൂവിൽ ഒരെണ്ണം നമ്മൾ വേണ്ടാന്ന് വെക്കും. അതിനെയാണ് ആ എമൗണ്ടിനെയാണ് എമൗണ്ട് ഓഫ് ഗുഡ് ടു സാക്രിഫൈസ്ഡ് ടു ബൈ വൺ എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ഗുഡ് വൺ. അത് തിരിച്ചു ആവാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ. അതായത് ഗുഡ് ടു വാങ്ങിക്കാൻ ചിലപ്പോൾ ഗുഡ് വണ്ണിൻ്റെ ഒരു യൂണിറ്റ് നമ്മൾ വേണ്ടാന്ന് വയ്ക്കും, അല്ലെങ്കിൽ ഗുഡ് വൺ ഒരു എക്സ്ട്രാ യൂണിറ്റ് വാങ്ങിക്കാൻ ഗുഡ് ടൂവിൻ്റെ ഒരു എമൗണ്ട് സാക്രിഫൈസ് ചെയ്യും. അതിനെയാണ് നമ്മൾ സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. സ്ലോപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ വിൽ ഓൾവേസ് ബി നെഗറ്റീവ് നമ്പർ ബിക്കോസ് ഇറ്റ് സ്ലോപ്പ് ഡൗൺവേർഡ്. എപ്പോഴും അതെന്താ പറയുക, സാക്രിഫൈസ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും അത് slope downward ആണ് from left top to right bottom. Then every point on the budget line shows the bundles in which the consumer's income is completely spent. അപ്പോൾ ആ ബഡ്ജറ്റ് ലൈനിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ ബഡ്ജറ്റ്, കൺസ്യൂമർ ഇൻകത്തിൻ്റെ ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്തേക്കണേന്നുള്ളത് നമുക്ക് മനസ്സിലാവും. The slope of budget line shows the price ratio. അതേപോലെ ആ സ്ലോപ്പ് എപ്പോഴും നമുക്ക് രണ്ട് ഗുഡ്സിൻ്റെ പ്രൈസ് റേഷ്യോ കൂടി കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ചേഞ്ചസ് ഇൻ ബഡ്ജറ്റ്. നമ്മളുടെ consumption bundle available to a consumer depends on changes in the income of consumer, changes in the price of goods. നമ്മളൊരു ബണ്ടിൽ തിരഞ്ഞെടുക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇൻകം, കൺസ്യൂമറിൻ്റെ ഇൻകത്തിൽ വരുന്ന ചേഞ്ചിൻ്റെ അടിസ്ഥാനത്തിലും കൺസ്യൂമറിൻ്റെ അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ പ്രൈസിൽ വരുന്ന ചേഞ്ചസിൻ്റെ അടിസ്ഥാനത്തിലും. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് ചേഞ്ചസ് ഇൻ ദ ഇൻകം ഓഫ് കൺസ്യൂമർ. അതിൽ രണ്ട് രീതിയുണ്ട്, ഇൻക്രീസ് ഇൻ ഇൻകം ഉണ്ട്, ഡിക്രീസ് ഇൻ ഇൻകം ഉണ്ട്. When the income of the consumer increases, consumer is able to buy more of two goods and budget line shift parallel outward. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ഇൻകം കൂടുമ്പോൾ ഏതെങ്കിലും ഗുഡ്സ് അല്ലെങ്കിൽ രണ്ട് ഗുഡ്സ് നമുക്ക് കൂടുതൽ വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ പണ്ടത്തേതിനേക്കാൾ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ പാരലൽ ഔട്ട്വേർഡ്, അപ്പുറത്തേക്ക് പാരലലായിട്ട് ഷിഫ്റ്റ് ചെയ്യും, ഫ്രണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. കാരണം എന്താണ്, നമ്മളുടെ ഇൻകം ലെവൽ കൂടി, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഗുഡ്സ് കൂടുതൽ പർച്ചേസ് ചെയ്തു. ദെൻ ഡിക്രീസ് ഇൻ ഇൻകം. When income of the consumer decreases, consumer is not able to buy goods with the same amount and budget line shift parallel leftward. അതായത് നമ്മുടെ ഇൻകം കുറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വാങ്ങിച്ചിരുന്ന അത്രയും ഐറ്റംസ് നമ്മുടെ ഇപ്പോൾ കയ്യിലുള്ള ഇൻകം വെച്ച് നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ബഡ്ജറ്റ് ലൈൻ എന്ത് ചെയ്യും, നേരത്തേക്കാൾ താഴേക്ക് പോരും. നെക്സ്റ്റ്, ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ്സ്. അതിൽ ഫസ്റ്റ് വൺ, ഇൻക്രീസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ്. If the price of good 1 increases, price of good 2 and income of consumer remains unchanged. എൻ്റെ അർത്ഥം എന്താണ്, ഫസ്റ്റ് ഗുഡിൻ്റെ വില ഇൻക്രീസ് ചെയ്യുന്നു, പക്ഷേ ഗുഡ് ടൂവിൻ്റെയും കൺസ്യൂമറിൻ്റെ ഇൻകവും ഒരു ചേഞ്ചും ഇല്ല. ദെൻ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ഓഫ് ദ ബഡ്ജറ്റ് ലൈൻ പിവോട്ട്സ് ഇൻവേർഡ്സ് അറൗണ്ട് ദ വൈ ആക്സിസ്. അതായത് എന്ത് സംഭവിക്കുന്നു, ഗുഡ്സിൻ്റെ വില കൂടുമ്പോൾ ഗുഡ് ടൂവിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ബഡ്ജറ്റ് ലൈൻ ഗുഡ് ടൂവിൽ എവിടെയാണോ നിൽക്കുന്നത് അത് അവിടെ തന്നെ നിൽക്കും. പക്ഷെ ഗുഡ് വണ്ണിലുള്ള ഇപ്പം നിലവിലുള്ള പോയിന്റ് എവിടെയാണോ, അല്ലെങ്കിൽ നിലവിലുള്ള പോയിന്റ് എവിടെയാണോ അതിൻ്റെ തൊട്ട് താഴേക്ക്, ഇൻവേർഡ്സ് താഴേക്ക് ഷിഫ്റ്റ് ചെയ്യും. കാരണം എന്താണ്, വില കൂടുമ്പോൾ നമ്മൾ പർച്ചേസ് അത്രയും കുറയും. When the price of good increases, the budget line pivots inward, reducing the maximum quantity of that good the consumer can purchase. അപ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ ആ വില കൂടുമ്പോൾ എത്രത്തോളം ക്വാണ്ടിറ്റി കുറയ്ക്കാമോ അത്രത്തോളം ക്വാണ്ടിറ്റി കുറച്ചാണ് വാങ്ങിക്കുള്ളൂ. അതുകൊണ്ടാണ് അത് ഇൻവേർഡ് താഴേക്ക് പോരുന്നത്. This means some previously affordable combination of goods are no longer within the consumer's reach. അതായത് നമ്മൾ നേരത്തെ വാങ്ങിച്ചിരുന്നത് എത്രയാണോ അത്രയും നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, വാങ്ങാനായിട്ട് സാധിക്കുന്നില്ല. നെക്സ്റ്റ്,
ഡിക്രീസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ്സ്. ഇനി ഗുഡ്സിന്റെ വിലയിൽ കുറവ് വന്നാൽ when the price of good decreases budget line pivots outward. അതായത് നമ്മളുടെ ഗുഡ്സിന്റെ വിലയിൽ കുറവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ആ ഗുഡ്സ് കൂടുതൽ വാങ്ങിക്കാൻ ശ്രമിക്കും. അപ്പൊ പഴയ ബഡ്ജറ്റ് ലൈനിലേക്കാൾ നമ്മൾ ഔട്ട്വേർഡ് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. This allows the consumer to afford more combination of goods, expanding the budget set. Budget set expand ചെയ്യാൻ പറ്റും. കാരണം എന്താ? നേരത്തേനേക്കാൾ കൂടുതൽ ഗുഡ്സ്, കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ 3 ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചേഞ്ച് ഇൻ ഇൻകം. ചേഞ്ച് ഇൻ ഇൻകം ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻകം കൂടുകയാണെങ്കിൽ ബഡ്ജറ്റ് ലൈൻ അപ്വേർഡ് ഷിഫ്റ്റ് ആണ്. ഇൻകം കുറയുകയാണെങ്കിൽ ബഡ്ജറ്റ് ലൈൻ താഴേക്ക്. നടുക്കുള്ളത് യഥാർത്ഥ ബഡ്ജറ്റ് ലൈൻ. ദെൻ ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് ഗുഡ് 1. ഗുഡ് 1ന്റെ പ്രൈസിൽ വരുന്ന ചേഞ്ച്. അപ്പോൾ എക്സ് ആക്സിസിൽ ഗുഡ് 1ഉം വൈ ആക്സിസിൽ ഗുഡ് 2 ആണ്. വൈ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ സൈഡിലുള്ളത്. അവിടെ നമുക്കൊരു ചേഞ്ച് വരുന്നില്ല. പക്ഷേ ഈ എക്സ് ആക്സിസിൽ നമുക്ക് ഷിഫ്റ്റ് ഇൻവേർഡും വരുന്നുണ്ട്, ഔട്ട്വേർഡും വരുന്നുണ്ട് പഴയ ബഡ്ജറ്റ് ലൈനിലേക്ക്. നടുക്കുള്ളത് നമ്മുടെ ഒറിജിനൽ ബഡ്ജറ്റ് ലൈൻ. പ്രൈസ് കൂടുമ്പോൾ ആ ബഡ്ജറ്റ് ലൈൻ താഴേക്ക് വരും. കാരണം എന്താ? നമ്മൾ ഗുഡ്സിന്റെ പർച്ചേസ് കുറയ്ക്കും. ബഡ്ജറ്റ് ലൈൻ പ്രൈസ് കുറയുമ്പോൾ ബഡ്ജറ്റ് ലൈൻ അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഔട്ട്വേർഡ് ഷിഫ്റ്റ് വരും. എന്തുകൊണ്ടാണ്? നമ്മൾ പർച്ചേസ് കൂടുതൽ നടത്തുന്നുണ്ട്. അതുപോലെ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ഗുഡ് 2, അതാണ് അടുത്തത് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഗുഡ് 2ന്റെ പ്രൈസിൽ ചേഞ്ചസ് വരുമ്പോൾ വൈ ആക്സിസിലാണ് ആ വ്യത്യാസം കാണിക്കേണ്ടത്. എക്സ് ആക്സിസിൽ ഗുഡ് 1ന്റെ വിലയിൽ ഒരു മാറ്റവും ഇല്ല. നെക്സ്റ്റ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റിലാണോ കൺസ്യൂമറിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് അതിനെയാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. കൺസ്യൂമർ ഇക്വിലിബ്രിയം ഈസ് ദ സ്റ്റേറ്റ് വെയർ എ കൺസ്യൂമർ മാക്സിമൈസസ് ദെയർ സാറ്റിസ്ഫാക്ഷൻ. എപ്പോഴാണ് നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്? കൺസ്യൂമർ ഇക്വിലിബ്രിയം ഒക്കേഴ്സ് അറ്റ് ദ പോയിന്റ് വെയർ ദ ഇൻഡിഫറൻസ് കർവ് ഈസ് ടാൻജന്റ് ടു ദ ബഡ്ജറ്റ് ലൈൻ. അത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇൻഡിഫറൻസ് കർവും ആ ബഡ്ജറ്റ് ലൈനിൽ എന്ത് ചെയ്തിരിക്കുന്നു? ടച്ച് ചെയ്ത് പോയിരിക്കുന്നു. അപ്പോൾ അതൊരു ടാൻജന്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. കൺസ്യൂമർ ഇക്വിലിബ്രിയം ഒക്കേഴ്സ് അറ്റ് ദ പോയിന്റ്. അപ്പോൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഏത് പോയിന്റിലാണോ നമ്മുടെ ബഡ്ജറ്റ് ലൈനിലെ ടച്ച് ചെയ്ത് നമ്മുടെ ഇൻഡിഫറൻസ് കർവ് പോകുന്നത് ആ പോയിന്റിനെ നമുക്ക് എന്ത് പറയാം? ഇക്വിലിബ്രിയം പോയിന്റ് അല്ലെങ്കിൽ കൺസ്യൂമർ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയാം.